പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വീൽചെയറിൽ നിന്ന് വീണ രോഗിക്ക് പരിക്കേറ്റത്തിൽ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാരും പൊതുപ്രവർത്തകരും. രോഗികൾ നേരിടുന്ന ദുരവസ്ഥയെക്കുറിച്ച് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത ആശുപത്രി അധികൃതർക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നലെ വൈകിട്ട് തണ്ണീർപന്തൽ സ്വദേശി മൊയ്തുവിന് സ്കാനിംഗ് കഴിഞ്ഞു വരുമ്പോൾ വീൽചെയർ പൊട്ടിവീണ് പരിക്കേറ്റിരുന്നു. കാലിൽ പഴുപ്പ് ബാധിച്ച് ഒരു മാസമായി നടക്കാൻ പോലും കഴിയാതെ ചികിത്സയിലായിരുന്നു തണ്ണീർപന്തൽ സ്വദേശി മൊയ്തു. ഇന്നലെ ബന്ധുക്കളുടെ സഹായത്തോടെ സ്കാനിംഗ് കഴിഞ്ഞ് മടങ്ങി വരവെ ജില്ലാ ആശുപത്രിയിലെ വീൽചെയർ പൊട്ടി നിലത്ത് വീണ മൊയ്തുവിന് പരിക്കേറ്റു. എണീച്ച് നടക്കാൻ പോലും കഴിയാത്ത മൊയ്തുവിന് സ്ട്രക്ചറിന് പകരം കിട്ടിയ വീൽചെയറിന്റെ കാലപ്പഴക്കമാണ് അപകടത്തിന്റെ പ്രധാന കാരണം. പക്ഷേ ആശുപത്രി അധികൃതർ രോഗിയെയും ബന്ധുക്കളെയും കുറ്റപ്പെടുത്തി കൈയൊഴിയാനുള്ള ശ്രമത്തിലാണ്. ആശുപത്രിയിലെത്തിയ രോഗിയെ തോളിൽ ചുമന്ന് നടക്കുന്ന ബന്ധുക്കളുടെ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ടർ വാർത്ത ചെയ്തപ്പോഴും അധികൃതർ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ തയ്യാറായില്ല. ജില്ലാ ആശുപത്രി അധികൃതരുടെ ഇത്തരം അനാസ്ഥയാണ് രോഗിയുടെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് കാട്ടി ആരോഗ്യവകുപ്പ് മേധാവികളെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരും. ഇത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായി DMO ഉൾപ്പെടെയുള്ള അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഒരു പരിഹാരത്തിന് നടപടികൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇന്നലെയുണ്ടായ അപകടത്തിന് ശേഷം ആശുപത്രിയിലെ തുണി കൊണ്ടുള്ള വീൽചെയറുകൾ മാറ്റാൻ അധികൃതർ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ പകരം എന്ത് സംവിധാനം രോഗികൾക്ക് ഉറപ്പുവരുത്തണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ലക്ഷങ്ങൾ വിലമതിക്കുന്ന എക്സ്റേ മെഷീൻ എലികരണ്ട് നശിച്ചപ്പോഴും പാരസെറ്റമോൾ ലഭിക്കാതെ 5 വയസ്സുകാരൻ ആശുപത്രി വിടേണ്ടി വന്നപ്പോഴും കാണിച്ച നിസ്സംഗത വെടിഞ്ഞ് ഉടൻ രോഗികൾക്ക് അവകാശപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൻ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.